ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃപ്രയാറിലുള്ള ഒരു വൈറൽ കഫേയിലേക്കാണ്. അപ്പൊ ഇതാണ് കാസ ബൺ കഫേ. ഈ കഫേ എന്തുകൊണ്ടാണ് ഇത്ര വൈറലായതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യെസ്, ദുബായ് വൈറൽ പൊറോട്ട ബർഗർ കേരളത്തിൽ ആദ്യമായിട്ട് ഇവരാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇന്ന് അത് കഴിക്കാനല്ല ഇവിടെ വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ബർഗർ സ്നാക്സ് കഫേയിൽ നല്ല ഓത്തന്റിക് ചൈനീസ് ഫുഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടപ്പോ അത് ട്രൈ ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇവരെ കഫേ മേലെയാണ് വരുന്നത്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. പുറത്തു നിന്ന് കണ്ടപ്പോൾ വളരെ നോർമൽ സ്പേസ് പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഉള്ളിൽ കയറിയപ്പോഴാണ് നല്ല കളർഫുൾ വൈബോട് കൂടിയുള്ള ഒരു കൂൾ കോഫി ആൻഡ് കോസി ആംബിയൻസ് ആണെന്ന് മനസ്സിലായത്. ഈ കാണുന്നത് ഇവരുടെ ജ്യൂസ്, ഷേക്സ്, മൊയ്ത്തോ, ഡെസേർട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കൗണ്ടറാണ്. പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ ഡൈനിങ് സ്പേസ് ആയിട്ട് വരുന്നത്. പലതരത്തിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ എക്സ്ട്രീം റൈറ്റ് സൈഡിൽ ഇവരുടെ ഹൈ റൈസ് സീറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഈ ഹാളിന്റെ നടുവിലായിട്ട് നല്ല കുഷ്യൻ സോഫ സീറ്റ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രൈവറ്റ് ഡൈനിങ് സ്പേസ് ആയിട്ട് ഈ കാണുന്ന രീതിയിലുള്ള 3 സിമിലർ ക്ലോസ്ഡ് ക്യാബിൻസ് അല്ലെങ്കിൽ ക്യൂബിക്കൽസ് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും എൻഡിലായിട്ട് ഒരു ഹൈ റൈസ്ഡ് മജ്ലിസ് സീറ്റിംഗ് ഏരിയ പോലെ ഒരു സംഗതിയും വരുന്നുണ്ട്. എവിടെ നോക്കിയാലും നല്ല കളർഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. തൊട്ടടുത്ത് തന്നെ ഇവരുടെ വാഷ് കം ടോയ്ലറ്റ് ഏരിയ വരുന്നുണ്ട്. ഓൾ ടുഗദർ ഒരു 30 to 40 പേർക്ക് ഒരേ സമയത്ത് സുഖമായിട്ടിരുന്ന് കഴിക്കാനുള്ള രീതിയിലാണ് ഇവരുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇവരുടെ സോഫ സീറ്റിൽ തന്നെ ഇരിക്കാം. എന്നിട്ട് ഇവരുടെ മെനു ഒന്ന് നോക്കാം. അപ്പൊ ഇതാണ് ഇവരുടെ റീസെന്റ് ലോഞ്ച് സ്പെഷ്യൽ ചൈനീസ് മെനു. സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് മെയിൻ ചൈനീസ് ഡിഷസിന്റെ കൂടെ കുറച്ച് ഇന്ത്യൻ ഡിഷസും വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇവരുടെ സ്റ്റാർട്ടേഴ്സ്, സാലഡ്സ്, ഫ്രൈസ്, ബർഗേഴ്സ്, പാസ്ത ഒക്കെ അടങ്ങുന്ന മെയിൻ മെനു. ഇത് കൂടാതെ ഇവരുടെ ഡെസേർട്ട്, ഷേക്സ്, മൊയ്ത്തോ, ബ്രാൻഡ് ചെയ്ത അക്കിരിയുടെ ഒരു കളർഫുൾ മെനു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്ത് അധികം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. അപ്പോഴത്തേക്കും ഓരോന്നായി എത്തി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം എത്തിയത് ഇവരുടെ ഒരു ടെംപ്റ്റിംഗ് ഫ്രൈഡ് റൈസ് ആണ്. അതിന്റെ കൂടെ സൈഡ്സ് ആയിട്ട് എല്ലായിടത്തും കിട്ടുന്ന പോലെ കെച്ചപ്പും വിനീഗറും സോയ സോസും കിട്ടുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ ചിക്കൻ ഫ്രൈഡ് റൈസ്. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി, നല്ല ക്വാളിറ്റി, നല്ലൊരു പ്രസന്റേഷൻ, അതായത് വളരെ കളർഫുൾ ആയിട്ട് തോന്നി. പിന്നെ ഇതിന്റെ ടെക്സ്ചർ കണ്ടപ്പോ തായ് സ്റ്റിക്കി റൈസിന്റെ ടെക്സ്ചർ പോലെയാണ് ഫീൽ ചെയ്തത്. ഇതിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് ഇതിന്റെ റേറ്റ് ആണ്. ശരിക്കും വർത്ത് ക്വാണ്ടിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നല്ല ആവി പറക്കുന്ന ചൂടോടുകൂടിയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ചൂടാറുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഫ്രൈഡ് റൈസ് എടുത്ത് അതിലേക്ക് ആ വിനീഗർ സോസ് കുറച്ച് ഒഴിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രൈഡ് റൈസിന്റെയോ നൂഡിൽസിന്റെയോ ആ ഓത്തന്റിക് ഒറിജിനൽ ടേസ്റ്റ് പോകാതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ വിനീഗർ സോസ് ഒഴിച്ച് കഴിക്കുന്നതാണെന്ന് ഈ അടുത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് അതൊന്ന് കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശരിക്കും ഒരു തായ് സ്റ്റിക്കി ഫ്രൈഡ് റൈസിന്റെ അതേ ടേസ്റ്റ് പോലെയാണ് ഫീൽ ചെയ്തത്. വളരെ ഓത്തന്റിക് ആയിട്ട് തോന്നി. നല്ലൊരു ടേസ്റ്റി ഫ്രൈഡ് റൈസ് തന്നെയാണ്. ഫ്രൈഡ് റൈസ് ലവേഴ്സിന് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം. പിന്നെ നൂഡിൽസ് ആയിട്ട് ഓർഡർ ചെയ്തത് ഇവരുടെ ഷേസ്വാൻ ചിക്കൻ നൂഡിൽസ് ആണ്. ഇതിലും നല്ല ക്വാണ്ടിറ്റി വരുന്നുണ്ട്. നല്ലൊരു അട്രാക്റ്റീവ് പ്രസന്റേഷൻ. സാധാരണ റെസ്റ്റോറന്റിൽ കാണുന്നത് പോലെ സോസ് ഒഴിച്ചിട്ടുള്ള ഒരു സോസി ഡിഷ് ആയിരുന്നില്ല. നല്ല ഓത്തന്റിക് ഷേസ്വാൻ ചിക്കൻ നൂഡിൽസ് പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഇതും നല്ല ആവി പറക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇവരുടെ ഒരു കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ് ഡ്രിങ്കും വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ നൂഡിൽസ് കുറച്ചൊന്ന് എടുത്ത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, കൊള്ളാം. ശരിക്കും ഒരു ഓത്തന്റിക് ഷേസ്വാൻ ചിക്കൻ നൂഡിൽസ് പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. അതായത് സാധാരണ റെസ്റ്റോറന്റുകളിൽ ഉപയോഗിക്കുന്നത് പോലെ ഹോട്ട് സോസോ കെച്ചപ്പോ ഒഴിച്ച് ഒലിപ്പിച്ചിട്ടുള്ള സംഗതിയല്ല. നല്ല ഓത്തന്റിക് സ്പൈസി ആൻഡ് ടാൻജി ഷേസ്വാൻ സോസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കിഡിലൻ സംഭവം. ഇനി നമുക്ക് നേരത്തെ വന്ന ഇവരുടെ ബെസ്റ്റ് സെല്ലറായ അക്കീരി മഡിൽ ഗുവാവ സോൾട്ടിൽ നിന്നൊരു സിപ്പ് എടുത്ത് നോക്കാം. ആഹാ, കൊള്ളാം. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ചിൽഡ് സ്പൈസി മോക്ടെയിലാണ്. അതായത് ഗുവാവ ഫ്ലേവറിൽ ഗ്രീൻ ചില്ലീസ് ഇട്ട് ഗ്ലാസിന്റെ റിമുമേ ഉപ്പും മുളകും തേച്ചിട്ടുള്ള ഒരു കിഡിലൻ മോക്ടെയിലാണ്. ചെറുപ്പത്തിൽ നമ്മൾ പേരക്കയിൽ ഉപ്പും മുളകും തേച്ച് കഴിക്കുന്ന ആ ഒരു നോസ്റ്റു ഫീലിംഗ് ആണ് കിട്ടിയത്. ഒരു മസ്റ്റ് ട്രൈ മോക്ടെയിൽ തന്നെയാണ്. അപ്പോഴത്തേക്കും ഇവരുടെ മറ്റൊരു അട്രാക്റ്റീവ് ഡ്രിങ്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെ മൊഹിത്തോസ് എല്ലാം റിയൽ ഫ്രൂട്ട് മൊഹിത്തോസ് ആണ്, സിറപ്പല്ല. അതുകൊണ്ട് നമ്മൾ എവിടെയും ഓർഡർ ചെയ്യാത്ത ഇവരുടെ ട്രോപ്പിക്കൽ ഗ്രേപ്പ് മൊഹിത്തോ ആണ് ഓർഡർ ചെയ്തത്. ഈ റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ടംബ്ലറിന്റെ താഴെ ശരിക്കും കാണാം റിയൽ ഫ്രൂട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിൽ നിന്നൊരു സിപ്പ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
നല്ല ഒറിജിനൽ ഗ്രേപ്സ് ഉപയോഗിച്ചതുകൊണ്ട് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എത്തിയത് ഇവരുടെ പൊറോട്ടയാണ്. അപ്പൊ പൊറോട്ട എന്തുകൊണ്ടാവും ഓർഡർ ചെയ്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇവരുടെ ചൈനീസ് മെയിൻ ഡിഷസിന്റെ കൂടെ കഴിക്കാൻ ആസ് ഓഫ് നൗ ബ്രെഡ് ഐറ്റമായി പൊറോട്ട മാത്രമാണുള്ളത്. 15 രൂപയ്ക്ക് ഇവര് തന്നെ ഉണ്ടാക്കുന്ന ഒരു യുണീക്ക് ക്രിസ്പി തിക്ക് ആൻഡ് ഫ്ലേക്കി പൊറോട്ടയാണ്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത 2 ചൈനീസ് മെയിൻ ഡിഷസിൽ ആദ്യം എത്തിയത് ഈ ഒരു ടെംപ്റ്റിംഗ് ചില്ലി ബീഫാണ്. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി, നല്ല പ്രസന്റേഷൻ, ശരിക്കും വായിൽ നിന്നും വെള്ളം ഊർന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ഷ്രെഡഡ് ബീഫാണ്. അപ്പൊ നമുക്ക് ആ പൊറോട്ട ചെറിയൊരു കഷ്ണം എടുത്ത് ആ ബീഫും കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. നല്ല അടിപൊളി ചില്ലി ബീഫ്, അതായത് നല്ല സ്റ്റർ ഫ്രൈഡ് സ്റ്റിക്കി ഗ്ലേസ് ഉള്ള തിൻ സ്ലൈസ്ഡ് ബീഫും ബെൽ പെപ്പേഴ്സും അണിയൻസും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഡിഷ്, ഒരു മസ്റ്റ് ട്രൈ ഐറ്റം. അപ്പോഴത്തേക്കും ഇവരുടെ ഒരു ടെംപ്റ്റിംഗ് ഷേക്കും വന്നിട്ടുണ്ട്. അതിന്റെ പിന്നാലെ തന്നെ ഇവരുടെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രൈസും വന്നിട്ടുണ്ട്. ഇവരുടെ പീനട്ട് ബട്ടർ ഷേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തത്. 190 നല്ല പെർഫെക്റ്റ് ക്വാണ്ടിറ്റി, ടെംപ്റ്റിംഗ് പ്രസന്റേഷൻ, പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല കിഡിലൻ പീനട്ട് ബട്ടർ ഷേക്ക്, അതായത് ആ പീനട്ട് ബട്ടറിന്റെ ഫ്ലേവർ ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐസ്ക്രീമിന്റെ ഫ്ലേവർ എന്താണെന്ന് മനസ്സിലായില്ല. കോഫി ആണോ അതോ ഇനി പീനട്ട് ബട്ടർ ആണോ? ഇറ്റ് വാസ് ടു ഗുഡ്. ഈ ഒരു റേറ്റിന് ഇപ്പൊ അടുത്തൊന്നും ഇത്ര നല്ല പീനട്ട് ബട്ടർ ഷേക്ക് കുടിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു മസ്റ്റ് ട്രൈ ഷേക്ക് തന്നെയാണ്. അപ്പോഴത്തേക്കും ഇവരുടെ സെക്കൻഡ് ചൈനീസ് മെയിൻ ഡിഷും എത്തിയിട്ടുണ്ട്. ഇവരുടെ ചൈനീസ് ഡിഷ് കൂടാതെ നമ്മൾ ഇവരുടെ 2 കോണ്ടിനെന്റൽ ഡിഷസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം എത്തിയത് ഇവരുടെ ഒരു ടെംപ്റ്റിംഗ് കാസ ബൺ സ്പെഷ്യൽ ലോഡഡ് ഫ്രൈസ് ആണ്. ഈ റേറ്റിന് നല്ല പെർഫെക്റ്റ് ക്വാണ്ടിറ്റി, 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും കുറച്ചെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. നല്ല പെർഫെക്റ്റ് ഫ്രൈസ് ആണ്, നല്ല ചീസി. അതിന്റെ കൂടെ സ്പെഷ്യൽ സോസും വരുന്നുണ്ട്. ബെൽ പെപ്പേഴ്സ് പല കളറിലുള്ള വരുന്നുണ്ട്. നല്ല ക്രിസ്പി ചിക്കൻ പീസസും വരുന്നുണ്ട്. നിങ്ങൾ ലോഡഡ് ഫ്രൈസിന്റെ ഫാൻ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ലോഡഡ് ഫ്രൈസ് ആണ്. ഇവരുടെ പൊറോട്ട കഴിച്ചപ്പോ കോട്ടയം ഭാഗത്തൊക്കെ കിട്ടുന്ന സ്വീറ്റ്ന എന്ന് പറയുന്ന സ്വീറ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നല്ല ക്രിസ്പി ബേക്ക്ഡ് തിക്ക് പൊറോട്ടയാണ്. അപ്പൊ ഇനി പൊറോട്ട കൂട്ടി കഴിക്കാൻ അടുത്ത കറി നമ്മൾ പറഞ്ഞത് ഇവരുടെ ഒരു ടെംപ്റ്റിംഗ് ഗാർലിക് ചിക്കൻ ആണ്. ഇതിനും ഒരു സ്റ്റിക്കി ഗ്ലേസ്ഡ് ലുക്ക് ഉണ്ട്. ആ ഒരു പെർഫെക്റ്റ് ഓത്തന്റിക് ചൈനീസ് ഫീല്. ഇതിന്റെ ഗ്രേവി കാണുമ്പോഴും നല്ല ഗാർലിക് ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രേവി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചിക്കനും ആ പൊറോട്ട കൂട്ടി ഒന്ന് കഴിക്കാം. നല്ല സോഫ്റ്റ് ചിക്കൻ പീസാണ്. അപ്പൊ ആ ചിക്കനും കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എക്സലന്റ് ഗാർലിക് ചിക്കൻ, ശരിക്കും ആ ഗാർലിക്കിന്റെ കുത്ത് കിട്ടുന്നുണ്ട്. കഴിച്ച 2 ചൈനീസ് ഡിഷസിനും വേറെ എവിടെയും കിട്ടാത്തൊരു ഓത്തന്റിക് ഫീലാണ് കിട്ടിയത്. പിന്നെ രണ്ടാമത്തെ കോണ്ടിനെന്റൽ ഐറ്റം ആയിട്ട് ഓർഡർ ചെയ്തത് ഇവരുടെ ഒരു ടെംപ്റ്റിംഗ് പാസ്ത ആണ്. ഇത് കണ്ടപ്പോ തന്നെ എന്ത് പാസ്തയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഇതാണ് ഇവരുടെ പെന്നെ ആൽഫ്രെഡോ ചിക്കൻ പാസ്ത. എന്റെ ഒരു ഷെഫ് സുഹൃത്ത് എപ്പോഴും പറയും പെന്നെ ആൽഫ്രെഡോ പാസ്ത പെർഫെക്റ്റ് ആവണമെങ്കിൽ ഇതിന്റെ കൂടെ ഗാർലിക് ബ്രെഡും സെർവ് ചെയ്യണമെന്ന്. ബട്ട് here it looks so tempting and yummy. ഇതിന്റെ കൂടെ ചില്ലി ഫ്ലേക്സും ഓറിഗാനോയും സാഷേസ് തരുന്നുണ്ട്. ഈ ഒരു റേറ്റിന് നല്ല പെർഫെക്റ്റ് ക്വാണ്ടിറ്റി ആൻഡ് പ്രസന്റേഷൻ, കണ്ടിട്ട് നല്ല ക്വാളിറ്റി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിലത്തെ പാസ്തയും ആ ചിക്കനും പാസലിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സൂത്തിങ് ക്രീമി ആൻഡ് ടേസ്റ്റി പാസ്ത, നല്ല പെർഫെക്റ്റ് ഫ്ലേവർ ലോക്ഡ് പാസ്ത ആയിരുന്നു. ഒരു രക്ഷയില്ല. ഇവിടുത്തെ ഷെഫ് ഒരു സംഭവം തന്നെയാണ്. ഇതുവരെ കഴിച്ച ചൈനീസ് ഡിഷ് ആയാലും കോണ്ടിനെന്റൽ ഡിഷസ് ആയാലും ആ ഒരു ഒത്തന്റിക് ടേസ്റ്റ് ആൻഡ് ഫീല് ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നു. പാസ്ത ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് കഴിച്ചു പോകും. അത്രയ്ക്കും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ മറ്റൊരു സിഗ്നേച്ചർ ഡിഷായ ഫലാഫിലിന്റെ സെറ്റ് ആണ്. വളരെ ടെംപ്റ്റിംഗ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ സെറ്റിന്റെ കൂടെ ഇവരുടെ ഹുമ്മൂസും കൊടുക്കുന്നുണ്ട്. 150 രൂപയ്ക്ക് നല്ലൊരു സെറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹുമ്മൂസ് കൊള്ളാം, ശരിക്കും ആ ഒരു ഓത്തന്റിക് ഹുമ്മൂസിന്റെ ടേസ്റ്റ് തന്നെയായിരുന്നു. ഇവരുടെ ഫലാഫിലും ഇവര് തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ശരിക്കും ആ ഷേപ്പ് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഫലാഫിൽ ഒരെണ്ണം ഇവരുടെ ഹുമ്മൂസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല ക്രിസ്പി ഫലാഫിൽ, ശരിക്കും ഗൾഫിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. ഇനി ഇതിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ സ്നാക്കാണ്. ഇനി നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് വേണ്ടെങ്കിൽ 20 രൂപ കൊടുത്താൽ ഫലാഫൽ മാത്രമായിട്ട് കഴിക്കാം. എന്തായാലും വെറൈറ്റിയിൽ നനഞ്ഞു. അപ്പൊ ഇനി കുളിച്ച് കയറാം എന്ന് വിചാരിച്ച് നമ്മളും ഓർഡർ ചെയ്തു ഇവരുടെ കാസ ബൺ സ്പെഷ്യൽ ചിക്കൻ പൊറോട്ട ബർഗർ. ഈ ഒരു റേറ്റിന് അത്യാവശ്യത്തിന് വലിയ ബർഗറാണ്. ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് അവസാനം ഓർഡർ ചെയ്തതാണ്.
ആണ്. കണ്ടിട്ട് നല്ല ഫുൾ സ്റ്റാക്ഡ് ബർഗറാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ കഴിച്ച പൊറോട്ടയാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഒരു ബൈറ്റ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, ഒരു ഇന്നോവേറ്റീവ് ബർഗറാണ്. അതായത് ഇവരുണ്ടാക്കുന്ന പൊറോട്ടയാണ് ഇതിൽ ബേസും ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കാരമലൈസ്ഡ് അനിയൻസും ഫ്രൈസും സ്പെഷ്യൽ സോസും തിക് പാറ്റിയും പിന്നെ സ്പെഷ്യൽ ആയതുകൊണ്ട് മുട്ടയും വരുന്നുണ്ട്. ശരിക്കും ഒരു ഹെവി ഐറ്റം. അപ്പൊ ഇന്നത്തെ ഒരു കളർഫുൾ ആൻഡ് വെറൈറ്റി ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. ഒരു രക്ഷയുമില്ല. മിക്കവർക്കും ഇവരുടെ പൊറോട്ട ബർഗർ ആയിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. പക്ഷെ എനിക്ക് ശരിക്കും ഇവരുടെ ആ ഒരു ലൈറ്റ് വെയിറ്റ് ഫീൽ ഗുഡ് ചൈനീസ് ഐറ്റംസ് ആണ് ശരിക്കും ഇഷ്ടപ്പെട്ടത്. കാരണം മറ്റുള്ളിടത്തത് പോലെയല്ല, ഇവിടെ ശരിക്കും ഒരു ഓത്തന്റിക് ടേസ്റ്റും ഫീലും കിട്ടുന്നുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ ഷെഫിന് ഓൾമോസ്റ്റ് 14 ഇയേഴ്സ് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. അപ്പൊ ഇവരുടെ ഫുഡിന് ആ ഓത്തന്റിക് ടേസ്റ്റ് കിട്ടുന്നത് വെറുതെ അല്ല. ഇത്രയ്ക്കും നല്ല ഓത്തന്റിക് ചൈനീസ് ഫുഡ് തൃപ്രയാറിൽ നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ പരിസരത്ത് നിന്നോ വേറെ എവിടെയും കിട്ടില്ലെന്ന് തന്നെ പറയാം. അപ്പൊ ഇവിടെയുള്ളവർക്ക് നല്ല ഓത്തന്റിക് ചൈനീസ് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകണ്ട, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ ഇനി ഇവര് വൈറലാകാൻ പോകുന്നത് ഇവരുടെ ഓത്തന്റിക് ചൈനീസ് ഡിഷസിനായിരിക്കും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലിയായി വന്ന് ഇവിടെ കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.